ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇക്കാക്കൻ്റെ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇന്നിപ്പോൾ ഉസ്താദ്മാരെ ചിലവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മദ്രസയിൽ ഉസ്താദ്മാരുണ്ട് കേട്ടോ, 4 പേരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മദ്രസ 8 മണിക്കാണ് കേട്ടോ. അതുകൊണ്ട് നല്ലോണം സമയം ഉണ്ടായിരുന്നു, മദ്രസ പോകാനായില്ല. അപ്പോൾ രാവിലെ പിന്നെ വേഗം എണീറ്റ് കുറച്ച് നേരം മുറ്റത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലൊന്ന് കയറിയപ്പോൾ ഉമ്മ ഉണ്ട് ഇവിടെ പൂരിക്ക് വേണ്ടിയിട്ട് മൈദ ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് പത്തിരിയൊക്കെ ബാക്കി പരത്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പത്തിരി പരത്തി വെച്ചുകൊണ്ട് ചുടാനേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ മിനനെ എണീപ്പിട്ട് പല്ലൊക്കെ തേപ്പിച്ച് ഓക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഷൂട്ടി ആടുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ദുവ ഉറങ്ങി നീറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിനനെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ കാക്കൻ്റെ ആടാണല്ലോ ഉള്ളത്. അപ്പം അവിടെയാണ് മദ്രസത്തെ ബുക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീടൊന്ന് റിനോവേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതായിരുന്നു കേട്ടോ. ഇവിടെ പൊടിയും കാര്യമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ 3-4 ദിവസമായി ഇപ്പോൾ അവിടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ കുത്തി പൊളിച്ചിട്ടതുകൊണ്ട് നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ പിന്നെ പണിക്കാരും വന്നില്ല. ഇനി അങ്ങനെ ഞാൻ ബുക്കും പർദ്ദയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവളെ മദ്രസക്ക് വിട്ട് അതിനുശേഷം ഞാൻ നേരെ പോയി. അപ്പോഴേക്ക് ദൂരെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കപ്പിച്ചിലാണ് ആള്. അപ്പം എന്നെ കാണാത്തതിൻ്റെ ഒരു ഗുണഗുണമൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഓളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ടോയ്ലറ്റിലൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് വീണ്ടും കയറി. അപ്പോഴേക്ക് പിന്നെ ജാബി പത്തിരിയൊക്കെ ചുടുന്നുണ്ടായിരുന്നു. അങ്ങനെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ് കറിയാണ്. പിന്നെ കുറുമയുണ്ട്, ചിക്കൻ കുറുമ. അങ്ങനെ 2 വിഭവം എന്നുള്ളൂ, പത്തിരി ഒരു പൂരി അവൾക്ക് ഇഷ്ടമാണ് ഉസ്താദ്മാർക്ക്. അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല, എനിക്ക് അരിച്ചായ. അങ്ങനെ കുറച്ച് ചായ ഉമ്മ കാച്ചപ്പോൾ പിന്നെ അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കുടിച്ച്. അതിൻ്റെ കൂട്ടിൽ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നട്ട്സ്. അപ്പോൾ എനിക്ക് കറുത്ത മുന്തിരി ഭയങ്കര ടേസ്റ്റ് ചെയ്ത് തോന്നി. അങ്ങനെ അത് ചായക്ക് കടിയായിട്ട് എടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പത്തിരിയൊക്കെ ചുട്ടല്ലോ. പിന്നെ ഇനി കറി ഒന്ന് വറവിട്ടെടുക്കാനുണ്ട്, ബീഫ് കറി. അങ്ങനെ അതും ഒന്ന് ആക്കി വെച്ച് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഉസ്താദ്മാരെ ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 9:30 കേട്ടോ മദ്രസ വിടുക. ഫസ്റ്റ് സെക്ഷൻ 9:30 വരെ, 8 മണി മുട്ട് 9:30 വരെയാണ്. അപ്പോൾ മക്കളും വന്നിട്ടില്ല അതിന് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൊലായിലൊക്കെ വന്നിരുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത്. അപ്പോഴാണ് ദുവൻ്റെ അടുത്ത് വന്നിരുന്നത് കേട്ടോ. ആളെ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ടാറ്റ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇനി ഇഷ്ടമില്ല ഇനി കേട്ടോ. ഇപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ആൾക്ക് ഇഷ്ടമായേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കളിപ്പിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്ക് പിന്നെ ഉസ്താദ്മാരൊക്കെ വന്ന് 4 ആളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ അവൾക്ക് ചായയൊക്കെ വിളമ്പി കൊടുത്ത് അതിന് ശേഷം നമ്മൾ വീട്ടിൽ അവിടെ തന്നെ ഉണ്ടായ ചേലമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് മാങ്ങ വല്ലാതെ ഉണ്ടായിരുന്നു, ഒക്കെ ചെത്തി കൊടുത്ത് ഉസ്താദ്മാരാണ് ചായ കുടിക്കാൻ കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഓല് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓല് പോയി. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. ഇവിടെ ഷൂട്ടിയും ദുവേ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ മിന റെന്നുണ്ട്, അപ്പുറം റെന്നുവിൻ്റെ ഫ്രണ്ടാണ്. മുത്ത് ഇവിടെ അല്ല കേട്ടോ, മുത്ത് ഇവിടെ അല്ലാത്തതുകൊണ്ട് ഓന് ഭയങ്കര മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഓനിയിൽ കൂടാൻ പറ്റിയില്ല. ഓനോൻ്റെ ഉപ്പൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായി പോയിട്ട്, നാളെ വരുമായിരിക്കും. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ പോയിക്കാൻ എന്താ പറയുക, മദ്രസും ഉണ്ട്, പോയി നിൽക്കുകയും വേണം. അങ്ങനെ ഇതായതുകൊണ്ട് പിന്നെ ആദ്യം ഒരാഴ്ചയൊക്കെ നിന്നീന് കേട്ടോ, 10 ദിവസം നിന്നീന് മദ്രസ പൂട്ടിയെന്ന്. അങ്ങനെ പിന്നെ നമ്മളെ ക്ലീനിങ് പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇനി താഴോട്ട് പോകണം കേട്ടോ. കാരണം അവിടെ ഒരുപാട് പണിയുണ്ട്, പൊടിയൊക്കെ നിറഞ്ഞിട്ട് അവിടെ പോകാൻ പറ്റൂല. അപ്പോൾ കുറച്ച് അലക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ ഓല് പണിയെടുക്കുന്നതും കൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാനും ആവില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലായിരുന്നു കേട്ടോ, മുകളിലൊക്കെ പോകാൻ മുകളിലത്തെ നിലയിൽ അവിടെ അതിന് ഫുള്ള് അവിടെ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ പാത്രമൊക്കെ പിന്നെ കുറച്ച് കഴുകാണ്ടായി. ജാബിനോട് കാരണം എന്നാൽ ഇനി ആക്കെങ്കിലാക്കി ഞാൻ ഞങ്ങൾ താഴത്തേക്ക് പോട്ടെ കാരണം അങ്ങനെ പിന്മയും ഞാനും പോകുന്നു കേട്ടോ. മീന അവിടെ നിന്നതാണ്, കാരണം ജാതി പൊടിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ പണിക്കാർ പോയതിന് ശേഷം എടുത്ത വീഡിയോ ആണേ. ഞാൻ വന്ന് പിന്നെ ഞാൻ ദുവാനെയൊക്കെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ മുകളിൽ പോയി. ഞാനും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീറ്റ് ഒരു 5 മണിയായപ്പോൾ നീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല മഴ ആണേ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ പണിക്കാരൊക്കെ പോയല്ലോ, ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അകത്ത് ഞാൻ നല്ല ക്ലീനിങ്ങിലും ആണ് കേട്ടോ. ഞാൻ ഉമ്മനെയും മോളെയും മുകളിലൊക്കെ ആക്കിയതാണേ, കാരണം അതുപോലെ ഇനി പൊടിയിട്ടിട്ടാൽ നല്ല ചുമയും ജലദോഷവും വരും.
ഉമ്മക്കും പിന്നെ അലർജിയാണ്, അതുകൊണ്ട് പൊടിയൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ ധ്വനി എടുത്ത് മുകളിൽ പോയാൽ മതി പറഞ്ഞ്. അങ്ങനെ എല്ലാം ഞാൻ അടിച്ചു വാരി നല്ല പാടുണ്ടായിന് കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ് വീഡിയോയിൽ കാണുമ്പോൾ, പക്ഷെ നല്ല പാടുണ്ടായിന്. കൈയില്ല, ഊരില്ല, കാലില്ല, ഒരു അവയവങ്ങൾ വർക്കിംഗ് അല്ല കേട്ടോ. ഇത് കഴിഞ്ഞാരൊക്കെ കൂടെ എന്തോ ഒരു ഇടിവെട്ടി വരുമ്പോൾ ഇപ്പം ഞാൻ ആവാണ്ടായിപ്പോയി. ഒറ്റക്കല്ലേ ചെയ്യുന്നത്, ആരുമില്ലാനും. ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മക്ക് എല്ലാം കൂടെ ആവുകയില്ല. ഉമ്മ അറിഞ്ഞുകൊണ്ട് ആവില്ല ഇതൊന്നും ആക്കാൻ, ഉമ്മക്ക് അലർജി ആയതുകൊണ്ട്. അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിയും ഒക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായി റൂമിലെത്തി. പിന്നെ കഴിഞ്ഞാൽ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഒരു ചായ ഉണ്ടാക്കാൻ വിചാരിച്ച് അടുക്കളയിൽ വന്ന് ഒക്കെ അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ. പണിക്കാരുള്ളതുകൊണ്ട് നമുക്കൊന്നും എടുത്ത സ്ഥലം എന്താ പറയുക, വെച്ച സ്ഥലത്തല്ല ഒരു സാധനമുള്ളൂ. ഒക്കെ പൊടി പിടിച്ച് ആകെ തയ്ക്കണേ. എല്ലാ പരിപാടി കഴിഞ്ഞാലും ഒരു സമാധാനമാവും. അങ്ങനെ പുറത്ത് നല്ല മഴ, ഉള്ളിൽ നല്ല ചൂട് ചായയും കുടിച്ച് പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായിട്ടോ കൂടെ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയുള്ളൂ നമ്മൾ വീട്ടിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോസായിട്ടേക്ക് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.